കോവയ്ക്ക തോരൻ വെക്കാൻ പോവാണ്. നമ്മൾ കോവയ്ക്ക തോരൻ വെക്കാൻ പോവാണ്. നല്ല ഫ്രഷ് കോവയ്ക്ക നല്ല വട്ടത്തിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിന്ന് തോരൻ വയ്ക്കാം. ഇങ്ങനെ വട്ടത്തിനും അരിയും ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ അരിഞ്ഞ് തോരൻ വയ്ക്കും. പിന്നെ എളുപ്പത്തിന് വട്ടത്തിന് അരിഞ്ഞേ ഉള്ളൂ. ഇത് പിഞ്ച് കോവയ്ക്കാണ്, ഒരുപാട് മുറ്റിയതല്ല. ഇത് നാടൻ പച്ചക്കറി കടയിൽ നമ്മൾ വാങ്ങിച്ചാണ്. ഫ്രഷ് സാധനം, വിഷമൊന്നുമില്ലാത്ത സംഭവം പച്ചക്കറിയാണ്. പക്ഷെ സംഭവം ഇതിന് വില കൂടുതലാണ്. ഇതിനാ വീട്ടിൽ നിന്നപ്പോ വിലയില്ലായിരുന്നു. വീട്ടിൽ നിന്നപ്പോ നമുക്ക് വിലയില്ലായിരുന്നു. പക്ഷെ ഇതൊരു ചെറിയൊരു വള്ളി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം വിത്തിട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. സംഭവം ചേച്ചിയുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ കിടന്നതാണ്. ചേച്ചിയുടെ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് ഡെയിലി നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ നമ്മള് വീട്ടില് വള്ളി പടർന്നു കിടന്ന സമയത്ത് ഡെയിലി നമുക്ക് കിട്ടുമായിരുന്നു. അതുമായിട്ട് ഇത് കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായായിരിക്കും. കോവയ്ക്കയുടെ 8 കളിയാണ്. ഇനി ഇത്രയും അരിഞ്ഞിട്ട് കാണാം. നമ്മളിതിപ്പോൾ മൊത്തത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇനി തോരൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കാം. നമുക്കിനി ശകലം കടുക് ഇട്ട് കൊടുക്കാം. വയ്ക്കാനായിട്ട് കൊടുക്കാം. നല്ലതുപോലെ എണ്ണയ്ക്കൊക്കെ വേണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് അടപ്പിട്ടങ്ങ് അടച്ച് വെച്ചു. ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്ഥലം ഉപ്പിട്ട് കൊടുക്കുക. ചെറു തീയിലാണ് ഇതിന് വേകാൻ. എങ്കിലേ നല്ലതായിട്ട് വെന്ത് ഒരു കിട്ടുള്ളൂ. ഈ ശകലം നേരം അടച്ച് വെച്ചിരിക്കാം. നമുക്കിനി അരയ്ക്കാനുള്ളത് ഇതിൽ ചേർക്കേണ്ടത് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ല വെറുതെ നല്ല കരിവായിട്ടുണ്ട്. നമുക്കിനി അരച്ചിട്ടിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ട ഇത് അരച്ചിട്ടിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈ അരപ്പൊക്കെ വെന്തിട്ട് നമുക്ക് നോക്കാം. ഉപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടാൽ
ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോവയ്ക്ക തോരനും അത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ ഇത് തക്കാളി ഒഴിച്ചു കൂട്ടാൻ രണ്ടും നമുക്ക് ചേർത്ത് കഴിക്കാം. ഇങ്ങനെ സൈഡിൽ ഒഴിച്ചിട്ട് വേണ്ട കോവയ്ക്ക തോരൻ ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് അച്ചാറും കൂടി കൊണ്ടുപോകാം. അച്ചാറും കൂടി വെച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് അടിപൊളി കൊള്ളാം. കോവയ്ക്ക തോരനും തക്കാളിക്കറിയും കൂട്ടി ഒരു പിടി. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അച്ചാറും കൂടി വെച്ചോ. ഇത് നാരങ്ങ അച്ചാറാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത്. വെളുത്തുള്ളി കൂട്ടി ഒരു പിടി പിടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നാളെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ.